ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചതുരപ്പുളി ജ്യൂസ്, സ്റ്റാർ ഫ്രൂട്ട്സ് ജ്യൂസ്. സ്റ്റാർ ഫ്രൂട്ട്സ് എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ചതുരപ്പുളി എന്നും അറിയപ്പെടുന്നു. അങ്ങനെ പല പേരിലും ഇത് അറിയപ്പെടുന്നതാണ്. അപ്പോൾ നമ്മളിന്ന് ചതുരപ്പുളി കൊണ്ട് ഒരു ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയെന്ന് നോക്കാം. ഈ ചതുരപ്പുളിക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. ഷുഗറിനും മുടി കൊഴിച്ചിലിനും ഇത് നല്ലതാണ്. അതുപോലെ വൈറ്റമിൻ എ, സി ആൻഡ് ഇ, കാൽസ്യം, പൊട്ടാസ്യം ഒരുപാട് അടങ്ങിയ ഒരു ഫ്രൂട്ടും കൂടിയാണിത്. വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ചതുരപ്പുളി കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഗർഭിണികൾ കഴിക്കുന്നതും അവർക്കും നല്ലതാണ്. അതുപോലെ കിഡ്നി രോഗമുള്ളവർ ഇത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ചില രോഗങ്ങൾക്ക് ഇത് ഉത്തമമല്ല. ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം ഇത് നല്ലതാണ്. അപ്പം ഇതുകൊണ്ട് നമുക്ക് ഇന്നൊരു ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയെന്ന് നോക്കാം. ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജാറിലേക്ക് ഈ ചതുരപ്പുളി അരിഞ്ഞിട്ട് കൊടുക്കാം. നല്ലതുപോലെ പഴുത്ത ഒരു പുളിയാണ് ഞാനിവിടെ ജ്യൂസിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അതിൻ്റെ രണ്ട് വശവും ചെത്തിക്കളഞ്ഞ് എടുക്കാം. നല്ലതുപോലെ പഴുത്തിട്ടുണ്ട്. നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കിത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഒരു പുളിയാണ് എടുത്തിരിക്കുന്നത്. ഇതുകൊണ്ട് നമുക്കൊന്ന് ജ്യൂസ് അടിച്ച് കാണിച്ചു തരാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ലേശം പഞ്ചസാരയാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് പഞ്ചസാര ചേർക്കാം. മധുരത്തിനനുസരിച്ചും ഈ പുളിക്ക് അനുസരിച്ചും നമുക്ക് പഞ്ചസാര ചേർക്കാവുന്നതാണ്. അതിലേക്ക് ഐസ് ഇട്ട് കൊടുക്കാം. എത്രമാത്രം തണുപ്പ് വേണം അത്രമാത്രം ഐസും ഇട്ട് കൊടുക്കാം. ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചുകൊണ്ട് വരാം. ചതുരപ്പുളി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. ചതുരപ്പുളി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് തണുപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കസ്കസ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഐസും കസ്കസും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. നല്ല ഒരു ടേസ്റ്റാണ് ഇതിൻ്റെ. അപ്പം ഈ ഫ്രൂട്ടിന് തന്നെ നല്ലൊരു മധുരമുണ്ട്. അതും ഈ ജ്യൂസിന് നല്ലൊരു ടേസ്റ്റ് നൽകുന്നുണ്ട്. പിന്നെ നമുക്ക് ആഡ് ചെയ്യുന്ന പഞ്ചസാരയും കൂടെ കൂടുമ്പോൾ വളരെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ സ്റ്റാർ ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് ഉണ്ടാക്കാനുള്ള റെസിപ്പി. അപ്പോൾ ഇത് കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ആർക്കും വലിയ അറിവില്ല ഇതിനെപ്പറ്റി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ നമ്മൾ ആ ഫ്രൂട്ട്സിൻ്റെ ഒരു ഷേപ്പും എല്ലാം കാണുമ്പോൾ നമ്മളെല്ലാം വെറുതെ കളയേ ഉള്ളൂ. പക്ഷേ ഇത് വളരെ നല്ലൊരു ജ്യൂസാണ്, ചതുരപ്പുളി കൊണ്ടുള്ള ജ്യൂസ്. അപ്പോൾ എല്ലാവരും ഇത് കിട്ടുകയാണെങ്കിൽ ഉണ്ടാക്കി നോക്കണം. നല്ലൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് എത്രയും വേഗം എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഇതൊന്ന് കുടിച്ച് നോക്കട്ടെ. താങ്ക് യു.